ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാസർ അൽ വത്താൻ, അതായത് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസാണ്. അത് കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇവിടത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇവിടെ ടിക്കറ്റ് സ്പെഷ്യൽ ടിക്കറ്റ് കൗണ്ടറിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ടിക്കറ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമുക്ക് അബുദാബി സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ബസ്സുകളുണ്ട്. വണ്ടിയുള്ളവർക്കാണെങ്കിൽ വണ്ടിയിൽ വരാം. അതല്ല നമുക്ക് സിറ്റി ബസ് ആശ്രയിക്കാനാണെങ്കിൽ ബസ് കാർഡ് എടുത്തിട്ട് നമുക്ക് നേരെ കാസർ അൽ വത്താനിലേക്ക് വരുന്ന ബസ്സുകളുണ്ട്. അതിൽ ഇങ്ങോട്ടേക്ക് എത്താം. ഇതാണ് എൻട്രൻസ്, വിസിറ്റേഴ്സ് എൻട്രൻസ്. ഇവിടെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ എൻട്രൻസിലൂടെ, ടിക്കറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഈ ഒരു കൗണ്ടറിൽ, അതിനകത്ത് കയറി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടത് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് വേണം ഇനി അകത്തേക്ക് പ്രവേശിക്കാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇറങ്ങി നമ്മളൊരു ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരാൾക്കുള്ള ടിക്കറ്റ് 65 ദിർഹംസാണ് വരുന്നത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പാലസിനകത്തുള്ളത്. ഇതിനകത്ത് താമസിക്കുന്നത് ഇവിടുത്തെ പ്രസിഡൻറ്റ്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ രാജ്ഞി, അവരാണ് ഈ പാലസിനകത്ത് താമസിക്കുന്നത്. എന്താ പറയുക, നമ്മളെ കണ്ണിനെ അത്രയും കുളിർമ ഒളിപ്പിക്കുന്ന ആ രീതിയിലുള്ള ചിത്രപ്പണികളും ആർട്ട് വർക്കുകളൊക്കെയാണ് പാലസിനകത്തുള്ളത്. ഇതിൻ്റെ സീലിങ്ങിൽ നോക്കൂ, എത്രത്തോളം കൊത്തുപണികളും പിന്നെ സ്വർണം കൊണ്ട് പൂശിയ കുറേ ആർട്ട് വർക്കുകൾ, അതല്ലാതെ ലൈറ്റ് സെറ്റപ്പുകൾ. പ്രസിഡൻഷ്യൽ
കൊട്ടാരം ഒരുപാട് കോറിഡോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വലുപ്പമാണ് ഈ കൊട്ടാരത്തിനുള്ളത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിന് ശേഷമാണ് നമ്മൾ പുറത്ത് കിടക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടുന്ന് കൊട്ടാരത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ബസ് അവർ സജ്ജീകരിക്കുന്നുണ്ട്. ആ ബസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. 65 ദിർഹംസാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്, അതായത് മുതിർന്ന ആൾക്കുള്ളത്. അഡൽട്ട്സിന് 65, അതുപോലെ കിഡ്സിന് 35 30 എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചാർജ് വരുന്നത്. എന്തായാലും നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണത്. വളരെ വലിയൊരു കൊട്ടാരമാണ്. അതുപോലെ ഒരുപാട് ഇടനാഴികളും അതുപോലെ ഈ ഹാളുകളൊക്കെ ആയിട്ട് വലിയൊരു സംഭവമാണ്. എൻ്റെ പുറകിലൊക്കെ ഉണ്ട് ചിത്രപ്പണികൾ കൊണ്ട് അതിമനോഹരമാണ് കൊട്ടാരം. ചിത്രപ്പണികളും അതുപോലെ ലൈറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമാണ് കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തൂടെ പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് വഴികളുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വഴികളും കോറിഡോറുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഓരോ രാജ്യത്തു നിന്നും ഇവിടുത്തെ പ്രസിഡന്റുമാർക്കൊക്കെ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒക്കെ സ്വർണം പതിച്ച ഓരോ ജാറുകളൊക്കെ ഇട്ടത്, കൂജ, ഒക്കെ അത്രയും മൂല്യം ഉള്ള സാധനങ്ങളാണിതൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വേറെ കുറേ സാധനങ്ങളാണ്. ഇവിടെ വലിയൊരു കാർപ്പറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് തുർക്കിയിൽ നിന്നുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കാർപ്പറ്റാണ്. ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവരുടെ നാഷണൽ ബേർഡ് ഉണ്ടല്ലോ, ഫാൽക്കൺ. ആ ഫാൽക്കണിൻ്റെ തല കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെതർ കൊണ്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാൽക്കണിൻ്റെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു സ്കൾപ്ചറുണ്ട്.
പിന്നെ ഈ ഒരു ഭാഗത്ത് വാളുകളുടെയും തോക്കുകളുടെ ഒക്കെ വലിയൊരു കളക്ഷനാണ്. ഇവിടെ രാജാവൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, സ്വർണം പൂശിയ കിരീടം, അതുപോലെ ഡ്രസ്സിലൊക്കെ സ്വർണം പൂശിയിട്ടുണ്ട്. ഇതായിരുന്നു ഇവിടെ പഴയ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ, ട്രഡീഷണൽ ക്ലോത്ത്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെയൊക്കെ അതുപോലെ ആളുകൾ ഫോട്ടോഷൂട്ടും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഹാളാണ്. ഇവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. റൗണ്ട് ഷേപ്പിലുള്ള വലിയൊരു ഹാളാണ്. അതിൻ്റെ അറ്റത്ത് LED സ്ക്രീനിൽ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അവർ കാണിക്കുന്നുണ്ട്. ഈ കൊട്ടാരത്തിലെ മറ്റൊരു ഇടനാഴിയാണ്. കുറേ ഇടനാഴികളിലുണ്ട്. നമ്മൾ നടന്നൊരു വഴിക്കാവും. എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കട്ടെ. ഇതിൽ കുറേ ഭാഗത്ത് നമുക്ക് പ്രവേശനം ഇല്ല, വിസിറ്റേഴ്സിന് പ്രവേശനമില്ല. കാരണം അത്രയും പ്രൈവറ്റായിട്ടുള്ള ഏരിയകളാണ്. വരാന്തകൾ നിറഞ്ഞൊരു കൊട്ടാരമാണ്. എവിടെ നോക്കിയാലും വരാന്തകളാണ്. അപ്പോൾ അതിലെ കുറേ വരാന്തകളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ സ്ഥലത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ബാങ്കറ്റ് ഹാൾ ഇപ്പോൾ എന്തോ അവർ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കവിടെ കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ പോകുന്നത് ഇവിടുത്തെ ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറി തുറന്നിട്ടുണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇവിടുത്തെ മറ്റൊരു ഹാളാണ്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് ഇവിടുത്തെ ലൈബ്രറിയിലേക്കാണ്. ഇവിടെ ഉണ്ട് ഖസർ അൽവത്താൻ ലൈബ്രറി എന്ന് എഴുതിയിട്ടുണ്ട്.
കുറച്ച് ദൂരമുണ്ട് നടക്കാൻ അങ്ങോട്ടേക്ക്. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. മുകളിൽ സീലിംഗ് മുട്ടുന്ന വരെയാണ് ഇവിടെ ലൈബ്രറി ബുക്ക് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കിടക്കാനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. അതായത് ഇവിടെ ട്രഡീഷണൽ എമിറാത്തി ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അതിന് ചെറിയ ചാർജസ് ഉണ്ട്. പല ടൈപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. പാലസിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം. കൊട്ടാരത്തിൻ്റെ വെളിയിൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. കുറേ ഇതുപോലെ വാട്ടർ ഫൗണ്ടനുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു ഭാഗത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരുപാട് തൂണുകളുള്ള കോറിഡോറുകൾ നിരന്ന് നിൽക്കുന്നുണ്ട് കൊട്ടാരത്തിന് ചുറ്റിലും. അതിൻ്റെ ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു നടുമുറ്റത്തേക്കാണ് ഇത് ചെന്ന് എത്തുന്നത്. ഈ നടുമുറ്റത്തിൻ്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ വരാന്തകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ മുൻഭാഗം. വളരെ വലിയൊരു നിർമ്മിതിയാണ് ഈ കൊട്ടാരം. അതായത് വെളുത്ത നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് മൊത്തത്തിൽ ഈ ബിൽഡിങ്ങിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു എൻട്രൻസ്. അതിൻ്റെ മുന്നിൽ ഇതുപോലൊരു ചെറിയൊരു മണ്ഡപമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയൊരു വാതിലാണ്. അത് അടച്ചിട്ടാണ് ഉള്ളത്. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള വാതിൽ. വളരെ വലിയൊരു വാതിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹെക്ടർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ്. അതിൽ
ചുറ്റിലും നിറയെ പൂന്തോട്ടങ്ങളും അതുപോലെ വാട്ടർ ഫൗണ്ടനുകളും കുളങ്ങളും ഒക്കെയാണ്. ഇതിന് നടുക്കാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. നമ്മൾ നടന്ന് കണ്ടാലൊന്നും തീരില്ല, അത്രത്തോളം വലുതാണ് ഈ ഒരു കൊട്ടാര സമുച്ചയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സ്ഥലത്ത് കുറേ ബിൽഡിങ്ങുകളായിട്ടാണ് കൊട്ടാരം നിൽക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എമിറേറ്റ്സ് പാലസ്, അതുപോലെ തന്നെ അബുദാബി ട്വിൻ ടവർ ഉണ്ടല്ലോ, അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞാനിപ്പോൾ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് നിറയെ വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ കൊട്ടാരം കാണാനും. ഇവിടെ പല സംഭവങ്ങളുണ്ട്, അതൊക്കെ കണ്ട് ആസ്വദിക്കാനും. പിന്നെ ഇവിടെ കുറേ എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ട്. അത് ഇന്ന് ഇല്ല, എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ പങ്കെടുക്കാം. ഇത് ഈ കൊട്ടാരത്തിൻ്റെ ഒരു വശത്തെ ഒരു വാട്ടർ ഫൗണ്ടനാണിത്. നോക്കൂ എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. അതിന് ചുറ്റിലും ഇതുപോലെ വലിയ പൂന്തോട്ടങ്ങളും ഈന്തപ്പന മരങ്ങളും അതുപോലെ ഗാഫ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു വശത്തെ കാഴ്ചയാണ് കേട്ടോ. കൊട്ടാരം അങ്ങനെ നീണ്ട് കിടക്കുകയാണ് അതുവരെ. നമ്മൾ തിരിച്ചിവിടെ എത്തിയാൽ നമുക്ക് പോകാനുള്ള ബസ്, നമ്മൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള ബസ് ഇവിടെ വരും. കാരണം ഇത് നടന്ന് കണ്ടാൽ തീരില്ല, അത്രത്തോളം സ്ഥലമുണ്ട്. എന്തായാലും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കാസർ അൽബത്താൻ പ്രസിഡൻഷ്യൽ പാലസ്, ഇവിടെ നിലവിൽ ഇവിടുത്തെ പ്രസിഡൻറ്റ് അതുപോലെ വൈസ് പ്രസിഡൻറ്റ് രാജ്ഞിയൊക്കെ താമസിക്കുന്ന ഒരു കൊട്ടാരമാണിത്. അബുദാബിയിലുള്ളവരെന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.